ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്മസിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. ക്രിസ്മസ് പ്രകാശത്തിന്റെ ഉത്സവമാണല്ലോ. ഉദയനക്ഷത്രമായ ക്രിസ്തു ഈ ഭൂമിയെ സന്ദർശിച്ച ദിവസം നമ്മൾ നന്ദിയോടെ സ്മരിക്കുന്ന ഒരു ദിനം കൂടിയാണല്ലോ ഇന്ന് ലോകം ക്രിസ്മസിനെ ഒരു കെട്ടുകാഴ്ചയാക്കി തരം താഴ്ത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ബേത്ലഹേമിലേക്കുള്ള യാത്രയാണ്. ഇത് അവരന്റെ കണ്ണുനീര് തുടയ്ക്കുവാനുള്ള യാത്രയാണ്. ഇത് ആഡംബരങ്ങളുടെ യാത്രയല്ല. മനുഷ്യൻ ഇന്ന് സിംഹാസനങ്ങൾ തേടിയുള്ള യാത്രയിൽ, ബേത്ലഹേമിലെ ശിശു കുരിശു തേടിയുള്ള യാത്രയിലാണ് ആയിരിക്കുന്നത്. നമ്മൾ തന്നെയാണ് ക്രിസ്മസ് എന്നാണ് ഓരോ ക്രിസ്മസും പഠിപ്പിക്കുന്നത്. അതെങ്ങനെയാണ് ആയിത്തീരുന്നത്? നിങ്ങൾ തന്നെയാണ് ക്രിസ്മസിന്റെ മരം. പ്രതിസന്ധികളെ നമ്മൾ അതിജീവിക്കുമ്പോൾ, കൊടുങ്കാറ്റുകളെ ജീവിതത്തിൽ പ്രതിരോധിക്കുമ്പോൾ നമ്മളൊരു ക്രിസ്മസ് മരമായി തീരുക. ക്രിസ്മസിന്റെ അലങ്കാരം നമ്മൾ തന്നെയാണ്. നമ്മൾ നന്മകളാൽ ശോഭിക്കപ്പെടുമ്പോൾ ക്രിസ്മസിന്റെ അലങ്കാരമായി നമ്മൾ മാറുകയാണ്. ക്രിസ്മസിന്റെ മണിയും മണിനാദവും നമ്മൾ തന്നെയാണ്. നമ്മൾ ആളുകളെ കർത്താവിലേക്ക് നയിക്കുന്ന മണിനാദമായി തീരുമ്പോൾ ക്രിസ്മസിന്റെ മണിനാദമായി നമ്മൾ മാറുന്നു. ക്രിസ്മസിന്റെ വിളക്ക് നമ്മൾ തന്നെയാണ്. മറ്റുള്ളവരുടെ ജീവിതത്തെ പ്രകാശഭരിതമാക്കുന്ന അനുകമ്പയും ക്ഷമയും ഔദാര്യവും നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ക്രിസ്മസിന്റെ വിളക്കായി തീരുകയാണ്. ക്രിസ്മസിലെ മാലാഖ നമ്മൾ ഓരോരുത്തരുമാണ്. മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷത്തിന്റെ വാർത്തകളുമായി നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ക്രിസ്മസിന്റെ മാലാഖയായി തീരുകയാണ്. ക്രിസ്മസിന്റെ നക്ഷത്രം നമ്മൾ തന്നെയാണ്. നക്ഷത്രം കർത്താവിന്റെ സാന്നിധ്യമാണല്ലോ. നമ്മൾ മറ്റുള്ളവരെ കർത്താവിലേക്ക് നയിക്കുമ്പോൾ നമ്മൾ ക്രിസ്മസിന്റെ നക്ഷത്രമായി തീരുകയാണ്. ക്രിസ്മസിന്റെ വിരുന്ന് നമ്മൾ തന്നെയാണ്. അർഹതയുള്ള ആളുകൾക്ക് നമ്മൾ പങ്കുവെക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, സംതൃപ്തി കൊടുക്കുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ ക്രിസ്മസിന്റെ വിരുന്ന് നമ്മൾ തന്നെയാകുകയാണ്. ക്രിസ്മസിൽ നമ്മൾ സമ്മാനങ്ങൾ പങ്കുവെക്കുമല്ലോ. നമ്മൾ ജീവിതത്തിൽ നന്മയുള്ളവരായി തീരുമ്പോൾ മറ്റുള്ളവർക്ക് സമ്മാനമായി തീരുകയാണ്. ക്രിസ്മസിന്റെ കേക്ക് നമ്മൾ ഓരോ ദിവസവും മുറിച്ച് പങ്കിടുന്നതിലൂടെ മനോഹരമായി തീരുന്ന ലോകത്തെ സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ഓരോ ദിവസവും ക്രിസ്തുവിൽ നമ്മൾ പുതിയ മനുഷ്യരായി യാത്ര ചെയ്യുമ്പോൾ നമ്മളുടെ ജീവിതത്തിലും ചുറ്റുപാടിലും യഥാർത്ഥ ക്രിസ്മസ് സംഭവിക്കുകയാണ്. അങ്ങനെ യഥാർത്ഥ ക്രിസ്മസ് സംഭവിക്കുവാനിടയാകട്ടെ എന്ന പ്രാർത്ഥനയോടും പുതിയ വർഷത്തിന്റെ എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. സ്നേഹത്തോടെ, സോണി ഫിലിപ്പച്ചൻ.